ഇത് വർക്കത്തുള്ളൂ. ഇപ്പൊ നോക്കി, നമ്മളിപ്പോൾ എവിടെയുള്ളത്? ജേറാന. എന്താണ് ജേറാന? ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം പറയാം. ഇപ്പൊ നേരത്തെ ഒരു സഹോദരൻ ചോദിച്ചു, ഇഹ്റാമിന്റെ ഡ്രസ്സിൽ ഇന്നലെ വെട്ടിയ മുടിയുടെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, അതിന് വല്ല വിരോധമുണ്ടോ? ഒരു വിരോധവും ഇല്ല. ഒരു വിരോധവും ഇല്ല. രണ്ടാമത്തെ വിഷയം, ഇഹ്റാമിന്റെ സുന്നത്തായ കുളി കുളിച്ചില്ലല്ലോ. ഇഹ്റാമിന്റെ സുന്നത്തായ കുളി, അപ്പൊ നിങ്ങൾ ഗവൺമെന്റ് ഹാജിമാരാണ്, സിയാറ മക്ക സിയാറ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കയറിപ്പോന്നതാണ്. പലവരും എന്ത് ചെയ്തിട്ടുണ്ടായില്ല, ഇഹ്റാമിന്റെ സുന്നത്തായ കുളി കുളിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് വല്ല വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. ആ സുന്നത്തായ കുളി കൂടെ കുളിച്ചിട്ടുണ്ടെങ്കിൽ സുന്നത്തായ കൂലി കൂടി നമുക്ക് കിട്ടുമായിരുന്നു. ഉംറയെ എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. മറ്റൊന്ന്, ഞങ്ങൾ ഇഹ്റാമിന്റെ കുളി കുളിച്ചിട്ടാണ് വന്നത്, ഞങ്ങളുടെ തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്നത് കൊണ്ട് വിരോധമുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇഹ്റാമിന്റെ കുളി കുളിച്ചതിന് ശേഷമോ ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചതിന് ശേഷമോ തലയിൽ നിന്ന് മുടി അല്ലെങ്കിൽ താടിയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോയാൽ ഒരു വിരോധവുമില്ല. നേരെ മറിച്ച് ഞാൻ ഉംറ ചെയ്യാൻ കരുതി എന്ന ഉംറയുടെ ഇഹ്റാം ചെയ്യൂലേ, ഇപ്പം നമ്മൾ ഇഹ്റാം ചെയ്യൂലേ, ആ ഇഹ്റാം ചെയ്തതിനു ശേഷമാണ് നമ്മുടെ മുടിയോ മറ്റോ കൊഴിഞ്ഞു പോകാൻ പാടില്ലാത്തത്. മനസ്സിലായോ? ഇനി മറ്റൊരു പ്രധാനപ്പെട്ടൊരു വിഷയം പറയാം. ഇപ്പം നമ്മൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടി വന്നതല്ലേ, ഞാനീ പറയുന്നത് വ്യക്തമാണോ? ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളെ നമുക്ക് സങ്കല്പിക്കാം. മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ, ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആള് മുമ്പ് ഹജ്ജ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഉംറ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വ്യക്തമാണോ? മുഹമ്മദ് എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ഫാത്തിമ എന്ന് പറയുന്ന ഒരു സഹോദരി മുമ്പ് ഹജ്ജ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മുമ്പ് ഉംറ ചെയ്തിട്ടുണ്ട്. അവരുടെ ഫർള് വീടി, അവരുടെ ഫർള് വീടി. ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഹജ്ജ് ഉംറ നിർബന്ധമുള്ളൂ. അപ്പൊ അവർ സ്വയം ഹജ്ജ് ചെയ്തതുകൊണ്ടോ ഉംറ ചെയ്തതുകൊണ്ടോ അവരുടെ ഫർള് എന്തായി? വീടി. ഇനിയും അവർക്ക് ഹജ്ജോ ഉംറയോ രണ്ടാമത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ മരണനേരത്ത് വസിയ്യത്ത് ചെയ്യണം. എന്ത്? ഞാൻ എൻ്റെ ഫർളായ ഹജ്ജ് ഉംറയൊക്കെ ചെയ്തതാണ്, എന്നാലും നിങ്ങൾ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ എനിക്കൊരു ഹജ്ജ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഉംറ ചെയ്യണം കേട്ടോ എന്നവർ വസിയ്യത്ത് ചെയ്താലേ ഇനി അവർക്ക് എന്ത് ചെയ്യേണ്ടതുള്ളൂ? ഹജ്ജോ ഉംറയോ രണ്ടാമത് ചെയ്യേണ്ടത് ഉള്ളൂ. ഞാൻ പറഞ്ഞു വ്യക്തമാണോ? മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ സ്വയം ഹജ്ജോ ഉംറയോ ചെയ്തിട്ടുണ്ട്, അതോടുകൂടി അവരെ ഫർള് വീടി. ഇത് രണ്ടാമത്തേത്. മുഹമ്മദ് ചെയ്തിട്ടില്ല, മുഹമ്മദ് ചെയ്തിട്ടില്ല. പക്ഷെ മുഹമ്മദിന്റെ മക്കളോ ജ്യേഷ്ഠന്മാരോ അനുജന്മാരോ ഭാര്യയോ ആരോ വന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് വേണ്ടി ഉംറ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോഴും അവരെ ഫർള് വീടി. ഒന്നുകിൽ സ്വയം ചെയ്തു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മറ്റാരോ ചെയ്തു. അപ്പൊ എന്തായി? ആ ഫർള് അവർക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യേണ്ടതില്ല, ഉംറ ചെയ്യേണ്ടത് ഇല്ല. അങ്ങനെ ചെയ്യുന്ന ഉംറ ഒരു പക്ഷേ ബാത്തിലായിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ വാപ്പമാരോ ഉമ്മമാരോ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇനി രണ്ടാമത് ചെയ്യേണ്ടതില്ല. അപ്പൊ പിന്നെ നമുക്കൊരു ആഗ്രഹം എന്ത്? എനിക്ക് അവർക്കൊരു ഉംറ ചെയ്തതിന്റെ കൂലി വേണമല്ലോ, അവർക്ക് കൊടുക്കണമല്ലോ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക? സ്വന്തം തന്നെ ഉംറ നിർവഹിക്കുക. മതി. ഒന്നുകിൽ ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെ ചെയ്തു ഫർള് വീടി, അല്ലെങ്കിൽ മുഹമ്മദിന് വേണ്ടി ആരോ ചെയ്തു, എന്നാലും എന്ത് ചെയ്തു? ഫർള് വീടി. ഇനി അവർക്ക് വേണ്ടി ചെയ്യണമെന്നില്ല. കാരണം നമുക്കൊരാഗ്രഹം എൻ്റെ ഭർത്താവിന് ചെയ്യണമല്ലോ, എൻ്റെ വാപ്പാക്ക് ചെയ്യണം, ഉമ്മാക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്വന്തം ചെയ്യുക. അതായത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഉംറ ചെയ്യും. ഉംറയെല്ലാം കഴിയുമ്പോൾ എന്ത് ചെയ്യുക? പടച്ചവനെ, ഞാൻ ഈ ചെയ്ത ഉംറയുടെ പ്രതിഫലം എൻ്റെ വാപ്പാക്ക്, എൻ്റെ ഉമ്മാക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ ആങ്ങളക്ക്, എൻ്റെ പെങ്ങൾക്ക്, എൻ്റെ മക്കൾക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്ന് ഈ പ്രതിഫലത്തെ ഹദിയ ചെയ്യാം. മനസ്സിലായോ? നമ്മൾ ഖുർആൻ ഹത്തോദിന്റെ ഹദിയ ചെയ്യൂലേ, യാസീനോദി ഹദിയ ചെയ്യൂലേ, എന്നതുപോലെ സ്വയം തന്നെ ഉംറ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാവുന്നതാണ്? പ്രതിഫലത്തെ ഹദിയ ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഹദിയ ചെയ്യാം. മനസ്സിലായോ? അല്ലാഹു തആല പഠിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യാം.